സുനാമിയായി മെസ്സി, കൊടുങ്കാറ്റായി കേബോ വെർദെ. ലോകകപ്പ് കണ്ടത് ചരിത്രാതീത പോരാട്ടം. മിയാമി സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ച ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ ജയിച്ചവരെക്കുറിച്ചു പറയാതെ തോറ്റവരെക്കുറിച്ച് മാത്രം പറഞ്ഞ കളി. ലോക ചാമ്പ്യന്മാർ ജയിച്ചു, പക്ഷെ ലോകത്തിന്റെ ഹൃദയം കീഴടക്കിയത് കേബോ വെർദെയായിരുന്നു. 29-ാം മിനിറ്റിൽ മെസ്സിയുടെ മായാജാല ഗോൾ. സ്റ്റേഡിയം മുഴുവൻ അത് വിജയത്തിന്റെ തുടക്കമെന്ന് കരുതി. എന്നാൽ എതിർവശത്ത് തോൽക്കാൻ വന്ന ഒരു ടീമായിരുന്നില്ല കേബോ വെർദെ. ഡെറോയ് ഡുവാർട്ടിയുടെ മിന്നൽ സമനില ഗോൾ ലോക ചാമ്പ്യന്മാരെ ഞെട്ടിച്ചു. പിന്നാലെ അധിക സമയത്ത് ലോപ്പസ് കബ്രാലിന്റെ അത്ഭുത ഫിനിഷ് ഗാലറിയെ വിസ്മയത്തിലാഴ്ത്തിയ നിമിഷം. ഓരോ ആക്രമണവും അർജന്റീനയുടെ നെഞ്ചിടിപ്പ് കൂട്ടി. ഓരോ സേവും ഒസീഞ്ഞോ എന്ന മതിലിന്റെ മഹത്വം ഉയർത്തി. ഒരു വശത്ത് മെസ്സിയുടെ മായാജാലം, മറുവശത്ത് ഒസീഞ്ഞോയുടെ വീരകാവൽ. ലോകത്തിലെ മികച്ച താരത്തിന്റെ ഷോട്ടുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി പറന്നെത്തിയെങ്കിലും പലതും തന്റെ കൈകളാൽ ചരിത്രമാക്കിയ ഗോൾ കീപ്പർ. ആ 8 സേവുകൾ ഒരു തോൽവിയിലും അമരത്വം എഴുതിയ പ്രകടനമായി. എന്നാൽ അവസാന വാക്ക് വീണ്ടും മെസ്സിയുടേതായി. നിർണായക നിമിഷത്തിൽ ലഭിച്ച അവസരം അർജന്റീന മുതലാക്കി. ചാമ്പ്യന്മാർ മുന്നേറി, പക്ഷെ ആ വിജയം അവർക്ക് സൗജന്യമായി ലഭിച്ചതല്ല. ഓരോ ഇഞ്ചും കേബോ വെർദെയുടെ പോരാട്ടത്തിൽ നിന്ന് പിടിച്ചെടുത്തതായിരുന്നു. ഇതൊരു ജയകഥയല്ല, ഇത് കീഴടങ്ങാൻ വിസമ്മതിച്ച ഒരു ടീമിന്റെ കഥയാണ്. സ്കോർ ബോർഡ് അർജന്റീനയുടെ പേരിൽ അവസാനിച്ചെങ്കിലും കയ്യടികളുടെ ചാമ്പ്യന്മാർ കേബോ വെർദെയായിരുന്നു. ചരിത്രം വിജയികളെ ഓർക്കും, എന്നാൽ ജൂലൈ 4-ന്റെ ചരിത്രം തോറ്റവരെയും ഒരേ ബഹുമാനത്തോടെ എഴുതിവെക്കും. ലോക ചാമ്പ്യന്മാരെ നിലത്തു നിർത്താതെ, ഒരു മിനിറ്റ് പോലും അലസമാവാൻ അനുവദിക്കാതെ, ഏതു നിമിഷവും തിരിച്ചടിക്കുമെന്ന തോൽവിയുടെ നിഴലിൽ നിർത്തി നിങ്ങൾ കളിച്ച കളി ചരിത്രമല്ല, ചരിത്രാതീതമാണ്. സ്പോർട്സ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.